JP Astro ലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാമായണവും ശ്രീരാമചന്ദ്രൻ്റെ ജനനവും ജാതകവും എന്ന വിഷയത്തെ അടിസ്ഥാനമാക്കിയുള്ള ഭഗവാന്റെ ജനനത്തെ സംബന്ധിക്കുന്ന രാമായണത്തിലെ സൂചനകളനുസരിച്ച് ആ ഗ്രഹനില എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുകയാണ്. ഈ ജാതകം ജ്യോതിഷം പഠിക്കുന്നവർക്കും അതുപോലെ തന്നെ ജാതക നിരൂപണം നടത്താൻ ആഗ്രഹിക്കുന്നവർക്കുമൊക്കെ ഉപകാരം ചെയ്യട്ടെ. അതുപോലെ ഭക്തിയുടെയും വിശ്വാസത്തിൻ്റെയും ആചാരത്തിൻ്റെയും രാമായണ മാസമായി ആചരിക്കുന്ന ഈ മാസം നിങ്ങൾക്കിതെല്ലാം ഭക്തിയുടെയും ഐശ്വര്യത്തിൻ്റെയും നല്ല നല്ല ദിവസങ്ങളായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അധ്യാത്മരാമായണത്തിലെ ശ്രീരാമൻ്റെ ജനനവും ജാതകവും പരിശോധിക്കുകയാണ്. ഇത് ജ്യോതിഷം പഠിക്കുന്നവർക്ക് വേണ്ടിയും അതുപോലെ തന്നെ ജ്യോതിഷത്തിൽ താല്പര്യമുള്ളവർക്ക് വേണ്ടിയും അറിയുന്നതിന് വേണ്ടി ഉപകരിക്കുന്ന ഒരു വീഡിയോ ആണ്. അധ്യാത്മരാമായണത്തിലെ ശ്രീരാമൻ്റെ അവതാരം സൂചിപ്പിക്കുന്ന ചില വരികളുണ്ട്. അത് ഇങ്ങനെയാണ്: ഗർഭവും പരിപൂർണമായി ചമഞ്ഞത് കാലം അർഭകന്മാരും 4 പിറന്നാരുടനുടൻ ഉച്ചത്തിൽ പഞ്ചഗ്രഹം നിൽക്കുന്ന കാലത്തിങ്കൽ അച്യുതൻ അയോധ്യയിൽ കൗസല്യാത്മജനായാൻ. നക്ഷത്രം പുനർവസു നവമിയല്ലോ തിഥി നക്ഷത്രാധിപനോട് കൂടവേ ബൃഹസ്പതി കർക്കിടകത്തിൽ അത്യുച്ചസ്ഥിതനായിട്ടല്ലോ. അർക്കനും അത്യുച്ചസ്ഥൻ ഉദയം കർക്കിടകം അർക്കജൻ തുലാത്തിലും ഭാർഗവൻ മീനത്തിലും വക്രൻ ഉച്ചസ്ഥനായി മകരം രാശി തന്നിൽ നിൽക്കുമ്പോൾ അവതരിച്ചിടിനാൻ ജഗന്നാഥൻ. ഇത്രയുമാണ് ജനനത്തെക്കുറിച്ച് പറയുന്നത്. ഇത് ഉപയോഗിച്ച് നമുക്ക് എങ്ങനെയാണ് ജാതകം തയ്യാറാക്കേണ്ടത് എന്നതിനെ സംബന്ധിച്ച് നോക്കാം. നക്ഷത്രം പുനർവസു എന്ന് പറഞ്ഞതുകൊണ്ട് പുനർവസു എന്ന് പറഞ്ഞാൽ പുണർദം നക്ഷത്രം എന്നാണ്. നവമി തിഥി ആണ്, തിഥി നവമിയാണ്. അപ്പം നക്ഷത്രം പുണർദവും തിഥി നവമിയുമാണെന്ന് നമുക്ക് മനസ്സിലായി. ബൃഹസ്പതി വ്യാഴത്തിൻ്റെ ഒരു പേരാണ് ബൃഹസ്പതി. അത് ഉച്ചത്തിൽ കർക്കിടകത്തിൽ നിൽക്കുന്നു. വ്യാഴത്തിൻ്റെ ഉച്ചരാശി എന്ന് പറഞ്ഞാൽ കർക്കിടകത്തിലാണ്. നക്ഷത്രാധിപനോട് കൂടെ ബൃഹസ്പതി എന്ന് പറയുമ്പോൾ കർക്കിടകത്തിൽ നിൽക്കുന്ന വ്യാഴം, നക്ഷത്രാധിപൻ എന്ന് പറയുമ്പോൾ ചന്ദ്രൻ കർക്കിടകത്തിൽ നിൽക്കുന്നു എന്ന് സൂചിപ്പിക്കുന്നു. ഈ ചന്ദ്രൻ കർക്കിടകത്തിൽ നിൽക്കുന്നു എന്ന് സൂചിപ്പിച്ചത് കൊണ്ട് തന്നെ പുണർദം നക്ഷത്രത്തിൻ്റെ 4-ാം പാദം, അതായത് ആദ്യത്തെ 1, 2, 3 പാദങ്ങൾ മിഥുനക്കൂറിലാണ് വരുന്നത്. അപ്പോൾ കർക്കിടകത്തിൽ ബൃഹസ്പതിയോട് ചേർന്ന് നിൽക്കുന്നു എന്ന് പറയുമ്പോൾ കർക്കിടകക്കൂറിലാണ് ജനിച്ചത്. പുണർദം 4-ാം പാദത്തിൽ ശ്രീരാമൻ ജനിച്ചു എന്നുള്ളത് ഇവിടെ വ്യക്തമാണ്. കാരണം ആദ്യത്തെ 1, 2, 3 പാദങ്ങൾ മിഥുനൻ രാശിയിലാണ് വരുന്നത്. ഉച്ചത്തിൽ പഞ്ചഗ്രഹം എന്ന് പറയുമ്പോൾ 5 ഗ്രഹങ്ങൾ ഉച്ചത്തിൽ നിൽക്കുന്നു എന്നാണ്. അർക്കൻ, അത് സൂര്യൻ്റെ ഉച്ചരാശി മേടമാണ്. അത്യുച്ചം എന്ന് പറയുന്നത് മേടം 10-നാണ്. അപ്പോൾ ഉച്ചരാശി മേടമായാലും അത്യുച്ചത്തിൽ നിൽക്കുന്നു എന്ന് പറയുമ്പോൾ മേടം 10-നെ സൂചിപ്പിക്കുന്നു എന്നുള്ളതാണ്. അപ്പം ദിവസം, മാസം മേടമാസവും ദിവസം മേടം 10-ാം തീയതിയുമാണ് എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ഉദയം കർക്കിടകം. ഉദയം എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ ജനിച്ച രാശിയെ സൂചിപ്പിക്കുന്നത്, അതായത് ലഗ്നം എന്നുള്ളതാണ്. അപ്പം നക്ഷത്രം പുണർദം നക്ഷത്രവും 4-ാം പാദവും കർക്കിടകക്കൂറിൽ വരുന്ന പുണർദം നക്ഷത്രത്തിൻ്റെ 4-ാം പാദത്തിൽ കർക്കിടക ലഗ്നത്തിൽ വ്യാഴം കർക്കിടകത്തിലും അതുപോലെ സൂര്യൻ മേടം രാശിയിലും നിൽക്കുന്നു എന്നതാണ് പറഞ്ഞത്. അപ്പോൾ അർക്കജൻ തുലാത്തിലും, അർക്കജൻ എന്ന് പറഞ്ഞാൽ ശനി തുലാൻ രാശിയിൽ നിൽക്കുന്നു എന്നതാണ് ആ സൂചന. ഭാർഗവൻ മീനത്തിലും, ഭാർഗവൻ എന്ന് പറയുന്നത് ശുക്രനെ കുറിക്കുന്ന ഒരു പേരാണ്. അപ്പോൾ ശുക്രൻ്റെ പേരാണ് ഭാർഗവൻ. അപ്പോൾ ശുക്രൻ ഉച്ചസ്ഥനാവുന്നതും മീനൻ രാശിയിലാണ്. അപ്പോൾ ശുക്രൻ മീനൻ രാശിയിൽ നിൽക്കുന്നു. വക്രൻ ചൊവ്വയാണ്, അത് മകരൻ രാശിയിലാണ് അതിൻ്റെ ഉച്ചരാശിയായിട്ട് വരുന്നത്. അപ്പോൾ ചൊവ്വ മകരത്തിൽ നിൽക്കുന്നു. അതായത് കർക്കിടകത്തിൽ വ്യാഴവും ചന്ദ്രനും, തുലാൻ രാശിയിൽ ശനിയും, മകരത്തിൽ ചൊവ്വായും, മീനത്തിൽ ശുക്രനും, മേടത്തിൽ സൂര്യനും നിൽക്കുന്നു.
ഇതാണ് സൂചന. ഇതിൽ ബുധൻ വ്യക്തമാകുന്നില്ല എന്നുള്ളതാണ്. ബുധനെക്കുറിച്ച് ഈ വരികളിൽ സൂചിപ്പിക്കുന്നില്ല. ബുധൻ നീചഭംഗ രാജയോഗത്തിലാണെന്ന് ചിലർ അഭിപ്രായപ്പെടുന്നുണ്ട്. അത് അഭിപ്രായം മാത്രമാണ്. എൻ്റെ കാഴ്ചപ്പാട് പറയുമ്പോൾ ബുധൻ മേടം ഇടവം രാശിയിലായിരിക്കും എന്നുള്ളതാണ്. കാരണം ശ്രീരാമചരിതത്തിൽ അല്ലെങ്കിൽ രാമായണം നമ്മൾ വായിച്ചു പോകുമ്പോൾ, പ്രത്യേകിച്ച് ആധ്യാത്മിക രാമായണത്തിൽ, അധ്യാത്മരാമായണത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് യാത്രയെ സൂചിപ്പിക്കുന്നത്. ആരണ്യകാന്ഡം, സുന്ദരകാന്ഡം, ഇതൊക്കെ നമ്മളിങ്ങനെ നോക്കുമ്പോൾ യുദ്ധകാന്ഡത്തിന് മുമ്പുള്ള ആ ഭാഗങ്ങളെല്ലാം തന്നെ സഞ്ചാരവും വനത്തെയും ഒക്കെ സൂചിപ്പിക്കുന്ന ഒരു വലിയ ഭാഗം തന്നെയുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ശ്രീരാമചരിതത്തിൽ വാനരന്മാരുടെ പങ്ക് പ്രസിദ്ധമാണ് എന്നുള്ളതാണ്. കൃഷ്ണീയത്തിൽ ബുധൻ മേടം ഇടവൻ രാശിയിൽ വന്നാൽ വാനരവർഗത്തെ സൂചിപ്പിക്കുന്നു എന്നുള്ള സൂചന നമുക്ക് നൽകുന്നുണ്ട്, അസ്ട്രോളജിയിൽ നൽകുന്നുണ്ട്. അപ്പം ബാലിയെ, സുഗ്രീവനെ, ഹനുമാനെ, ഇങ്ങനെ ഉള്ള വളരെ പ്രസിദ്ധമായ ഇവരുടെ ബന്ധങ്ങളും ഇവരുടെ സൈന്യങ്ങളുമൊക്കെ രാമായണത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായതുകൊണ്ടാണ് മേടം ഇടവം രാശിയിലായിരിക്കാം ബുധൻ എന്ന് ഞാൻ അനുമാനിക്കുന്നു. കാരണം ഇത് ഈ വാനരവർഗത്തിൻ്റെ ഒരു സ്വാധീനം സൂചന തരുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഈ മേടം ഇടവം 2 രാശി വരുമ്പോൾ കുറേ കൂടി അനുകൂലമായി എനിക്ക് തോന്നുന്നത് മേടം രാശി തന്നെയാണ്. കാരണം ബുധൻ മേടമാകുമ്പോൾ സൂര്യനും ബുധനും തമ്മിലുള്ള യോഗം തന്നെ, അതൊരു യോഗമാണല്ലോ, നിപുണ യോഗം തന്നെ വരുന്നുണ്ട്. അപ്പോൾ ലഗ്നം പരിശോധിക്കുമ്പോൾ വ്യാഴവും ചന്ദ്രനും കർക്കിടക ലഗ്നത്തിലാണ് നിൽക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ശരീരം ചിന്തിക്കുമ്പോൾ ആരോഗ്യവും, ലഗ്നം ശരീരമാണല്ലോ, ആരോഗ്യവും സൗന്ദര്യവും കാര്യശേഷിയുമുള്ള ഒരു ലഗ്നം തന്നെയാണ്. കാരണം വ്യാഴം ഉച്ചരാശിയാണ്, ചന്ദ്രൻ സ്വക്ഷേത്രവാനാണ്. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ചന്ദ്രൻ മനസ്സിനെയും മാതാവിനെയും, അങ്ങനെ പല കാര്യങ്ങളും ചന്ദ്രൻ്റെ കാരകത്തിൽ വരുന്നുണ്ട്. വ്യാഴമാണെങ്കിൽ ബുദ്ധിയും പൂർവ്വപുണ്യവും, അതുപോലെ ഒരു മന്ത്രങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ, മനസ്സ്, ഇങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട്. അപ്പം ചന്ദ്രൻ മനസ്സിനെ സൂചിപ്പിക്കുന്നു എന്നതുകൊണ്ട് തന്നെ നിർമ്മലമായ മനസ്സിനെയും ബന്ധുവായ വ്യാഴത്തിൻ്റെ യോഗം, ചന്ദ്രൻ്റെ സ്വക്ഷേത്ര സ്ഥിതിയും, അങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോൾ ബുദ്ധിയും ചിന്തയും മനസ്സും ലോകനന്മയ്ക്ക് വേണ്ടിയുള്ള ഒരു കാഴ്ചപ്പാടോടു കൂടിയുള്ളതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുപോലെ സൗഭാഗ്യവതിയും പുണ്യവതിയുമായ മാതാവിനെയും ഇത് സൂചിപ്പിക്കും. കാരണം ചന്ദ്രൻ മനസ്സും മാതാവുമാണ് എന്നുള്ളതാണ്. ഇനി 2ാം ഭാവത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ 2ാം ഭാവം വരുന്നത് ചിങ്ങൻ രാശിയാണ്. അപ്പം ധനം, കുടുംബം, വാക്ക്, വിദ്യ മുതലായവയെ സൂചിപ്പിക്കുന്ന 2ാം ഭാവം ചിങ്ങത്തിൻ്റെ അധിപൻ സൂര്യൻ ഉച്ചത്തിൽ 10ാം ഭാവത്തിൽ നിൽക്കുന്നത് രാജാവ് എന്ന നിലയിലാണ് സൂര്യനെ അറിയപ്പെടുന്നത്. പിതാവ്, അതുപോലെ ഭരണാധികാരി. ഇവിടെ നമ്മൾ രാജാവാണ്. അപ്പോൾ 2ാം ഭാവം കുടുംബം ഏതാണ് എന്ന് പറയുമ്പോൾ ചിങ്ങൻ രാശിയാവുകയും ആ രാശിയാധിപൻ ഉച്ചത്തിൽ വരികയും ചെയ്യുമ്പോൾ രാജകുടുംബമാണ് എന്നുള്ളത് നമുക്കിവിടെ വ്യക്തമാവുകയാണ്. അതുപോലെ രാജകുടുംബമാകുമ്പോൾ ധനം, കുടുംബം, വിദ്യ, ഇതെല്ലാം വളരെ ഉയർന്ന നിലയിൽ തന്നെയാണ്. കാരണം ഇതെല്ലാം തന്നെ ഉച്ചരാശിയിലും നല്ല ഭാവത്തിലും നിൽക്കുന്ന ഗ്രഹങ്ങളായതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള കാര്യങ്ങൾ, അതായത് ധനം, വീട്, വാക്ക്, കുടുംബം, ഇതിനൊന്നും തന്നെ യാതൊരു മോശവും പറയാനില്ല എന്നുള്ളതാണ്. ഇനി 3ാം ഭാവം നമ്മൾ പരിശോധിക്കുമ്പോൾ സഹോദരങ്ങൾ, ചുറ്റുപാടുകൾ, സമീപവാസികൾ, സുഹൃത്തുക്കൾ, ഇങ്ങനെയൊക്കെയാണല്ലോ 3ാം ഭാവം. അപ്പോൾ 3ാം ഭാവത്തിൻ്റെ കാരകൻ ആരാണെന്ന് ചോദിച്ചാൽ ചൊവ്വയാണ്. ആ ചൊവ്വ ഉച്ചത്തിൽ 7ാം ഭാവത്തിൽ നിൽക്കുമ്പോൾ ശ്രീരാമൻ്റെ പാത പിന്തുടരാൻ, മാർഗസ്ഥാനം കൂടിയാണ്. പാത പിന്തുടരാൻ ആഗ്രഹിക്കുന്ന, അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്ന, അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്ന സഹോദര ബന്ധത്തെ, കാരണം ചൊവ്വയുടെ കാരകത്വം സഹോദര ബന്ധത്തെ സൂചിപ്പിക്കുന്ന ഒന്നായതുകൊണ്ട് അത്തരത്തിലുള്ള ദൃഢമായ ഒരു ബന്ധത്തെ നമുക്ക് പറയാൻ സാധിക്കും. ബുധൻ 3ാം ഭാവാധിപനാണ്. അത് മേടത്തിൽ എന്ന് നമ്മൾ കരുതിയാൽ ഏത് കാര്യത്തിനും അറിവും ശേഷിയും കഴിവുമുള്ള, അതായത് ശ്രീരാമദേവനോടൊപ്പം നിന്ന് എന്തും ചെയ്യാൻ, ജീവൻ പോലും കൊടുക്കാൻ തയ്യാറാകുന്ന അത്രയ്ക്ക് കരുത്തും അറിവും എല്ലാമുള്ള ഒരു ബന്ധം ആണ് സൂചിപ്പിക്കുന്നത് എന്നുള്ളതാണ്. ഇനി
നാലാം ഭാവത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ, നാലാം ഭാവം വീട്, വാഹനം, മാതാവ്, ബന്ധുക്കൾ തുടങ്ങിയതിനെയൊക്കെയാണല്ലോ സൂചിപ്പിക്കുന്നത്. അപ്പം നാലാം ഭാവാധിപനാണ് ശുക്രൻ. അത് ഉച്ചരാശിയിൽ മീനത്തിലാണ് നിൽക്കുന്നത്. അത് 9ാം ഭാവമാണ്. നാലാം ഭാവത്തിൻ്റെ കാരകൻ ബുധനും ചന്ദ്രനുമാണ്. അപ്പം ഭൗതിക ജീവിതത്തെ സംബന്ധിക്കുന്ന സുഖസൗകര്യങ്ങളാണ് ഈ ശുക്രൻ പ്രധാനമായും സൂചിപ്പിക്കുന്ന ഒരു പ്രധാന കാര്യം എന്നുള്ളതാണ്. അപ്പം നാലാം ഭാവാധിപൻ ശുക്രൻ ഉച്ചത്തിൽ മീനൻ രാശിയായി 9ൽ നിൽക്കുമ്പോൾ നാലാം ഭാവത്തിൻ്റെ കാരകൻ ബുധനും ചന്ദ്രനും ഭൗതിക ജീവിതത്തിൽ ഒരു മനുഷ്യന് ലഭിക്കുന്ന എല്ലാ സുഖസൗകര്യങ്ങളെയും ആഡംബര ജീവിതത്തിന് ലഭിക്കുന്ന സാധന സാമഗ്രികളെയും ശുക്രൻ നൽകുന്നു അല്ലെങ്കിൽ സൂചിപ്പിക്കുന്നു എന്നുള്ളതാണ്. തികഞ്ഞ ഈശ്വരഭക്തിയും അതുപോലെ തന്നെ ബുദ്ധിയും സൗന്ദര്യവും സ്നേഹവും നന്മയും നല്ല ഗുണങ്ങളുമുള്ള മാതാവിൻ്റെ സൂചനയും ചന്ദ്രൻ നൽകുന്നുണ്ട്. വീട്, വാഹനം, മറ്റു കാര്യങ്ങൾ ഇതൊന്നും വിവരിക്കേണ്ട കാര്യമില്ല. കാരണം ഇവിടെ നാലാം ഭാവം വീട് എന്ന് പറയുന്ന മഹാരാജാവിൻ്റെ ഒരു കൊട്ടാരമാണ്. അപ്പോൾ പിന്നെ അതിൻ്റെ പാർട്ടായിട്ട് നമുക്ക് ചെയ്യേണ്ട ആവശ്യം വരുന്നുമില്ല. ഇനി 5ാം ഭാവത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ, 5ാം ഭാവം മനസ്സ്, ബുദ്ധി, പൂർവ്വപുണ്യം, മന്ത്രോപാസന, സന്താനങ്ങൾ, ഇങ്ങനെ പലതിനെയും സൂചിപ്പിക്കുന്ന ഒരു ഭാവമാണ്. 5ാം ഭാവത്തിൻ്റെ കാരകൻ വ്യാഴമാണ്. അത് ഉച്ചരാശിയിൽ ലഗ്നത്തിൽ, അതായത് കർക്കിടകത്തിൽ തന്നെ നിൽക്കുന്നു എന്നുള്ളതാണ്. 5ലേക്ക് ദൃഷ്ടിയും ചെയ്യുന്നു. 5ാം ഭാവം വൃശ്ചികം രാശി കൂടിയാണ്. അധിപൻ ചൊവ്വയാണ്. 5ാം ഭാവത്തിൻ്റെയും 10ാം ഭാവത്തിൻ്റെയും ആധിപത്യം ഉള്ളതുകൊണ്ട്, അതായത് കേന്ദ്ര രാശിയുടെയും ത്രികോണ രാശിയുടെയും ആധിപത്യം ചൊവ്വയ്ക്ക് വരുന്നത് കൊണ്ട് ഇത് യോഗകാരകനാണ് എന്നാണ് അസ്ട്രോളജിത്തിന് സൂചന നൽകുന്നത്. അപ്പോൾ അത് ധീരതയെ സൂചിപ്പിക്കുന്നതാണ്. അതുപോലെ 5ാം ഭാവാധിപനെ സൂചിപ്പിക്കുന്നതായതിനാൽ ചഞ്ചലചിത്തനല്ല, 5ാം ഭാവം മനസ്സും കൂടാണല്ലോ. അപ്പോൾ ചഞ്ചലചിത്തനല്ലാത്ത ഉറച്ച മനസ്സിൻ്റെ ഉടമ എന്ന് പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് സ്വഭാവം മാറുന്ന ആ ശീലമൊന്നും അതിനില്ല എന്നുള്ളതാണ്. വ്യാഴം ബുദ്ധിശക്തിയെയും പൂർവ്വപുണ്യത്തെയും മന്ത്രോപാസനയെയും സൂചിപ്പിക്കുമ്പോൾ അത് ബന്ധരാശിയായ 5ാം ഭാവമായ വൃശ്ചികത്തിൽ ദൃഷ്ടി ചെയ്യുന്നത് അത് പലതുകൊണ്ടും എന്തുകൊണ്ടും വളരെ നല്ല ഒരു കാര്യം ആണ് എന്നുള്ളതാണ്. അപ്പോൾ അറിവും ബോധവും വിദ്യയും വേദമന്ത്രങ്ങളും കരുത്തും ധൈര്യവുമുള്ള സന്താനങ്ങളെ കൂടി സൂചിപ്പിക്കുന്നു എന്നുള്ളതാണ് ആ 5ാം ഭാവത്തിൻ്റെ സ്ഥിതി. ഇനി 6ാം ഭാവത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ ശത്രു, രോഗം, കള്ളൻ, ആയുധം, തടസ്സം, ഇങ്ങനെ 6ാം ഭാവത്തിൻ്റെ സൂചനകൾ ഇനിയുമുണ്ട്. 6ാം ഭാവം ധനുരാശിയാണ്. ഭാവാധിപൻ വ്യാഴമാണ്. 6ാം ഭാവത്തിൻ്റെ കാരകഗ്രഹങ്ങൾ എന്ന് പറയുന്നത് ശനിയും ചൊവ്വയുമാണ്. 6ാം ഭാവാധിപൻ ഉച്ചത്തിൽ ലഗ്നാധിപ യോഗം ചെയ്ത് നിൽക്കുന്നു. 9ാം ഭാവാധിപൻ കൂടിയായതിനാൽ ഭാഗ്യാവസ്ഥയ്ക്ക് ചിലപ്പോൾ ചില കുറവുകൾ വരാം എന്നുള്ളതിനെ സൂചിപ്പിക്കുന്നുണ്ട്. കാരണം 6ാം ഭാവാധിപത്യം ഇവിടെ വന്നു. കാരകഗ്രഹങ്ങളെന്ന് പറയുന്നത് പാപഗ്രഹങ്ങളാണ്, ശനിയും ചൊവ്വയുമാണ്. അപ്പോൾ ഭൗതിക ജീവിതത്തിൽ അനുഭവിക്കേണ്ടുന്ന സുഖ സൗകര്യങ്ങളും ആഡംബര ജീവിതവും നേരത്തെ ഞാൻ പറഞ്ഞിട്ടുള്ളതുപോലെ അനുഭവത്തിൽ വരുന്നില്ല എന്നുള്ളതാണ്. അല്ലെങ്കിൽ അത് ഉപേക്ഷിക്കേണ്ടി വരുന്നു കുറേ കാലത്തേക്കെങ്കിലും, അഥവാ അനുഭവയോഗത്തിന് ഹാനി ഉണ്ടാകുന്നു എന്നും പറയാം. 9ാം ഭാവം കൊണ്ട് പിതാവ്, ഭാഗ്യം, ഗുരുജനങ്ങൾ എന്നിവരുമായി രാജകീയ സുഖങ്ങളോടുകൂടി കഴിയാനുള്ള യോഗത്തിന് താൽക്കാലികമായെങ്കിലും തടസ്സവും വിഷമവും ഉണ്ടാക്കാൻ 6ലെ ശനിയുടെ ദൃഷ്ടി കാരണമാകും എന്നുള്ളതാണ്. കാരണം 6ൽ ഭാവാധിപൻ വ്യാഴമാണെങ്കിലും ആ ശനിയുടെ ദൃഷ്ടി അത്തരത്തിലുള്ള ചില സൂചനകൾ തരുന്നുണ്ട്. ഇനി 7ാം ഭാവത്തിലേക്ക് കടക്കുമ്പോൾ 7ാം ഭാവം വിവാഹം, ഭാര്യ, മാർഗം, ദാമ്പത്യം, ഇങ്ങനെ പലതും ചിന്തിക്കാം എന്നുള്ളതാണ്. 7ാം ഭാവത്തിൻ്റെ കാരകൻ ശുക്രനാണ്. 7ാം ഭാവം മകരൻ രാശിയും ഉച്ചസ്ഥനായ ചൊവ്വയുടെ സ്ഥിതിയും വരുമ്പോൾ
ചൊവ്വ പോരാട്ടത്തിൻ്റെയും ധൈര്യത്തിൻ്റെയും ഊർജ്ജസ്വലതയുടെയും മനോധൈര്യത്തിൻ്റെയും സൂചന നൽകുന്നുണ്ട് എന്നുള്ളതാണ്. ആരും ജയിക്കാതിരുന്ന ഒരു മത്സരത്തിൽ പങ്കെടുത്താണ് സീതയെ സ്വന്തമാക്കുന്നത് എന്നുള്ളതാണ് ഈ 7 ചൊവ്വയുടെ ഒരു പ്രത്യേകത. അത് തന്നെയല്ല, ഒരുപാട് കാര്യങ്ങളുണ്ട്, അത് പിന്നീട് പറയാം. പടയാളികളായ ധാരാളം പേർ ചുവന്നു കൊണ്ടുവന്ന ഗാന്ധീവം എന്ന വില്ല് ഒറ്റയ്ക്ക് ഉയർത്തി ഞാണികെട്ടി വില്ലൊടിച്ച് മഹാധീരത കാട്ടി മറ്റുള്ളവരെ അത്ഭുതപ്പെടുത്തി വിജയിക്കുന്നത് നിശ്ചയദാർഢ്യവും ആത്മവിശ്വാസവും ധീരതയും ഉള്ളതുകൊണ്ടാണ്. അതും ഒരർത്ഥത്തിൽ ഒരു പോരാട്ടം തന്നെ ആയിരുന്നു എന്നുള്ളതാണ്. അതാണ് 7-ാം ഭാവത്തിൽ മകരൻ രാശിയിൽ ഉച്ചത്തിൽ നിൽക്കുന്ന ചൊവ്വ സൂചിപ്പിക്കുന്ന ഒരു കാര്യം. ഇനിയും നമുക്ക് ധാരാളം കാര്യം ഉണ്ട്. കൂടുതൽ സമയം പോകുന്നത് കൊണ്ട് 7-ാം ഭാവത്തിൻ്റെ കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവച്ച് ബാക്കിയുള്ള കാര്യങ്ങൾ അടുത്ത വീഡിയോയിൽ പറയാം എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇത് മറ്റുള്ളവർ കൂടി ഉപകാരം ചെയ്യുന്ന വിധത്തിൽ, അതുപോലെ തന്നെ ഈശ്വരവിശ്വാസവും ഭക്തിയും ഈ എല്ലാവരിലും ഉണ്ടായി നമ്മുടെ പ്രയാസങ്ങളും ദുരിതങ്ങളും കഷ്ടപ്പാടുകളുമൊക്കെ ഒന്ന് മാറി ഒരു നല്ല ജീവിതം ഉണ്ടാകാൻ വേണ്ടി സർവേശ്വരനായ മഹാവിഷ്ണുവിനോടും അതുപോലെ ഓരോരുത്തരും ഉപാസിക്കുന്ന ദേവീദേവന്മാരോടും പ്രാർത്ഥിച്ച് നല്ല ഒരു ജീവിതം ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും ഈ വീഡിയോ നിർത്തുന്നു. നന്ദി, നമസ്കാരം.